ഓക്കെ, സോ മാത്സ് സീരീസിലെ അടുത്ത വീഡിയോ ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ്. ഐ ആം ഡീലിംഗ് വിത്ത് സം ഡിഗ്രി ഓഫ് ത്രോട്ട് പെയിൻ. സോ എപ്പോഴില്ല പോലെ കുറച്ച് എന്താണ് അധികം എനർജി ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഈ പറയുന്ന അപ്പോളജൈസ് ഫോർ ദ പുവർ സൗണ്ട് ക്വാളിറ്റി. സോ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കുറച്ച് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് നമ്മളെ വരക്കണ്ടെങ്കിൽ അതിന് നമുക്ക് ആദ്യം കുറച്ച് ഷേപ്സ് പ്രിലിമിനറി ആയിട്ട് അറിയണം. അതായത് ഇന്നേ ഫംഗ്ഷൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുമോയെന്നില്ല എന്താ അറിയണം. നമുക്ക് ഒരു മുൻധാരണ എന്താണ് ഒരു പ്രീ റിക്വസിറ്റ് ആദ്യം ആവശ്യമുണ്ട്. ഇപ്പോൾ y = x² ആണെങ്കിൽ എന്താണ് ഇതൊരു പാരബോള യു ഷേപ്ഡ് പാരബോളേൻ്റെ ഒരു ഷേപ്പാണ്. സോ ഇതിങ്ങനെ വരും. അതേപോലെ y = x സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ എന്താ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഇത് എത്ര സ്ട്രേറ്റ് ആയിരിക്കുമല്ലോ, പക്ഷേ സ്ട്രേറ്റ് ലൈൻ. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. കാരണം ഒരു കൈകൊണ്ട് ഫോൺ പിടിച്ചിട്ട് എനിക്ക് ചെയ്യാനാവുന്നില്ല, സ്ട്രേറ്റ് ലൈൻ കറക്റ്റ് വരക്കാനാവുന്നില്ല. സോ ഇതിങ്ങനെ വേറെ ഏതാ ഫിഗർ ബാക്കി പിന്നെ നമ്മളെ സൈൻ എക്സിൻ്റെത് എങ്ങനെയായിരുന്നു? സൈൻ എക്സിൻ്റെത് ഓസിലേറ്റിംഗ് ഫംഗ്ഷനാണ്. 0 തന്നെ നമ്മളെ ഇത് 1 π/2 മാക്സിമം എത്തും. അപ്പോൾ ഇതാണ് π/4 π/2 മാക്സിമത്തിലെത്തും. പിന്നെ കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് 0 മാക്സിമത്തിലാണ്. പിന്നെ എന്താണ് മുന്നോട്ട് പോകുന്നതോറും വാല്യൂ കുറഞ്ഞ് 0 വരും. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കുന്നൊരു ഗ്രാഫാണ്. ഇതിങ്ങനെ താഴെപ്പോയി പിന്നെ മുകളിൽ പോയി താഴെ പോയി അങ്ങനെ. അപ്പോൾ ഇത് കുറച്ചൊരു ഐഡിയ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. വിൽസി അതിൽ ഞാൻ കുറച്ച് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം ഡിസ്കസ് ചെയ്യണം തന്നെയാണ് എൻ്റെ മൈൻഡിൽ ആഗ്രഹം. ലെറ്റ്സി. ഞാൻ ഏതായാലും ഫൈനൽ ആൻസറിൽ ഞാൻ അധികം ഫോക്കസ് ഓർക്കുന്നില്ല, ചെയ്യുന്ന മെത്തേഡിലാണ്. എനിക്ക് ഫൈനൽ ആൻസർ എഴുതാൻ പറ്റിയിട്ടില്ല. ഹെൽത്ത് ഒന്നും അത്ര റെഡി അല്ലാത്തതുകൊണ്ട് എനിക്ക് ഫൈനൽ ആൻസർ എഴുതാനാവുന്നില്ല. സോ ഞാൻ എന്താണ് ഇത് ഇവിടുത്തെ തമ്മിൽ എത്തിച്ചിട്ട് പിന്നെ നിങ്ങൾ നോർമൽ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ലിമിറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ അത്രയും സ്ക്വയർ യൂണിറ്റ്സിൽ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് എന്ന് പറയുമ്പോൾ 2 ഫങ്ഷൻസ് തരും. അത് 2 കർവ്സ് തരും. ആ 2 കർവ്സിൻ്റെ ഇടയിൽ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും, ഒരു ഷെയ്ഡ് ഓഫ് ഏരിയ ഉണ്ടാവും. വിത്ത് ദ ലിമിറ്റ്സ് ഇത്ര മുതൽ ഇത്ര വരെ, A to B ലിമിറ്റ്സ് വരെ. അപ്പോൾ ആ ലിമിറ്റിൻ്റെ ഇടയിൽ ഈ ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഏരിയ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യാം. വിൽ സി ദാറ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് y = √x. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ y = x² ഉണ്ട്. അതേപോലെ ഇത് ഫസ്റ്റ് സെക്കൻഡ് y = √x. ഒരു കാര്യം ചെയ്യാം, 2 സൈഡിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ y² = x എന്നാവും. ഓക്കെ, y² = x എന്ന് പറയുന്നത് ബേസിക്കലി അതും ഒരു പാരബോളയാണ്. ദാറ്റ് ഇവിടെ പോയി. അപ്പോൾ y² = x അതും ഒരു പാരബോള തന്നെ, പക്ഷെ അതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് y² = 4ax എന്ന് പറയുന്നതിൽ 4a = ഇവിടുത്തെ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആണ്. കാരണം ജസ്റ്റ് എക്സ് എന്ന് എഴുതുന്നത്, അപ്പോൾ അതിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആയിരിക്കും. a = 1/4. ഇത് കണ്ടോ, ഇവിടെ x = 1/4 എന്തുകൊണ്ടായിരിക്കും കൊടുത്തത്? കാരണം ഇതെന്നാണ് അത് ബേസിക്കലി കിട്ടുന്നത്. ബേസിക്കലി ഇറ്റ്സ് എന്താണ് 1/4 എന്ന് പറയുമ്പോൾ മുക്കാലല്ല കാൽ ഭാഗം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇതാണ് 1 എങ്കിൽ അതിൻ്റെ വളരെ കുറച്ചൊരു 1/4 എന്ന് പറയുമ്പോൾ 25% ഉണ്ട്. ഒരു ഇവിടെ അറ്റം വരുന്നുണ്ട് എന്ന് കൂട്ടാം 1/4. ഓക്കെ, ഇതാ ഞാൻ എഴുതിയിരിക്കുന്ന ഈ കർവിൻ്റെ ഇടയിൽ മാറിപ്പോകരുത്. ഇതിങ്ങനെ വരച്ച കർവാണ് y² = x. √x വരക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം എന്താ പാരബോള. നമുക്ക് √x ചിലപ്പോൾ അത്ര അറിയുന്നുണ്ടാവില്ല. അതിലും നല്ല എന്താ അറിയുന്ന ഷേപ്പിലെ പാരബോള വരക്കുന്നതിനെ കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല 1/4 എന്ന് പറയുന്ന ആ പോയിൻറ്റും മാർക്ക് ചെയ്ത്. അടുത്തത് പിന്നെ ഇതിവിടെ എന്താണ് ഇവിടെ 1 ഉണ്ടല്ലേ. അടുത്ത ഞാൻ എന്ത് ചെയ്തു, ഇത് എൻ്റെ യു ഷേപ്പ് അത്ര റെഡി ആയിട്ടില്ല, പക്ഷേ എന്താണ് ഒരു അപ്രോക്സിമേറ്റ്ലി ഞാൻ വരച്ചതാണ്. ഇത് y = x² ഇങ്ങനെ പോകുന്ന ഒരു പാരബോള, അതിങ്ങനെ പോകുന്നത്. അപ്പോൾ എന്താ ഇവരും തമ്മിൽ ഇവിടുത്തെ ഒരു പോയിന്റ് തമ്മിൽ എന്തായാലും പറയാം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്, 2 ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതിനിപ്പോൾ എന്താ ചെയ്യുക,
റൂട്ട് എക്സ് ഏതെങ്കിലും ഒരു ടേംസ് നമുക്ക് ഈക്വൽ ആക്കണം. വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആവും, റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം. എക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് എക്സ്. ഓക്കെ, ഇതിങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് എക്സ്, ഇത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഞാൻ വേറെ ഏതെങ്കിലും മെത്തേഡ് ഇതിനുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാനിങ്ങനെ ഇപ്പം പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്ന് രണ്ടെന്ന് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ഇതിന്ന് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1. ഓക്കെ, ഈ മെത്തേഡ് ആക്ച്വലി റെഡി ആവുന്നില്ല. പോട്ടെ, എന്താണ് ഞാൻ നോക്കുന്നത് ഇവിടെ എക്സ് ഈക്വൽ ടു 1 ഇത് അപ്പർ ലിമിറ്റാണ്. ഈ വൈ എന്താണ് നമ്മളെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇപ്പോൾ ഇവിടെ എന്താണ് എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ വൈയും എന്താണ് ബേസിക്കലി 1 വരുന്നത്. 1 സ്ക്വയർ ഈക്വൽ ടു 1 തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ എക്സിൽ ഞാൻ 1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്ത്, അപ്പോൾ ഈ പോയിന്റ് ബേസിക്കലി എന്തായിരിക്കും, ഇതും 1 വരുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 1,1 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഏരിയ ആണ്. ഏത് തമ്മിലുള്ള ഏരിയ? അതായത് 1/4 എക്സ് ഈക്വൽ ടു 1/4 ടു എക്സ് ഈക്വൽ ടു 1 എന്നാണ് ബേസിക്കലി പറയുക. അതായത് ലോവർ ലിമിറ്റ് എ ടു ബി എന്നല്ല, അപ്പോൾ എ ടു ബി വരെ. അങ്ങനെ ആകുമ്പോൾ 1/4 മുതൽ 1 വരെയുള്ള കംപ്ലീറ്റ് ഏരിയ നമുക്ക് വേണം. നമ്മൾ ഈ രണ്ട് ഷേപ്പും, അതായത് ഈ ഒരു യു ഷേപ്പ് പാരബോളയും ഈ ഒരു എന്താണ് വെർട്ടിക്കൽ അല്ല, ഈ ഒരു ഷേപ്പിലുള്ള പാരബോള രണ്ടും കൂടി ഇതാക്കിയപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ ഇങ്ങനെ എന്താണ് രണ്ടും കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന ഒരു ടോട്ടൽ ഏരിയ കിട്ടിയിരുന്നു. പക്ഷേ ഈ ടോട്ടൽ ഏരിയ ആവശ്യമുണ്ടോ? ടോട്ടൽ ഏരിയ ആവശ്യമില്ല. എക്സ് ഈക്വൽ ടു 0 to 1 ആയിരുന്നു, നമുക്കിത് കംപ്ലീറ്റ് എടുക്കുമായിരുന്നു. ഇവിടുന്ന് ഒറിജിൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ഇവിടെ 1/4 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1/4 to 1 എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു ഷെയ്ഡഡ് ഏരിയ ഏത് ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡഡ് ഏരിയ നമുക്ക് എന്താവശ്യമുള്ളൂ? ഈ കംപ്ലീറ്റ് ഷെയ്ഡഡ് ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തീരുമാനിക്കണം ഇതിൽ ഏതാണ് അപ്പർ ഫംഗ്ഷൻ, ഏതാണ് ലോവർ ഫംഗ്ഷൻ. നമ്മൾ പൊതുവെ ഏരിയ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ f(x) ഉണ്ട്, g(x) ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ ഇതിപ്പോൾ അപ്പർ ഫംഗ്ഷനാണ്, മറ്റേത് താഴത്തത് g(x) ലോവർ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എഴുതുക ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b അപ്പർ ഫംഗ്ഷൻ f(x) മൈനസ് ലോവർ ഫംഗ്ഷൻ g(x). അമ്പോ ഓക്കെ, അല്ല ഇതെന്താ സാധനം? ഇത് ഡാർക്ക് ഫാൻറ്റസി സ്വിസ് റോൾ, നൈസ്. അപ്പോൾ എന്താണ് ഇതിലിപ്പോൾ എങ്ങനെ നമുക്ക് തിരിയുക? ഇതിലിപ്പോൾ ഏതാണ് അപ്പർ ഫംഗ്ഷൻ, ഏതാണ് ലോവർ ഫംഗ്ഷൻ എന്നില്ല. അതിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഷേപ്പ് എന്താണ് നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ടേംസ് കണ്ടുപിടിക്കുന്നെങ്കിൽ ഈ നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ട ഏരിയ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുക? ഈ രണ്ടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ അല്ല വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരക്കുക. ഇത് ഞാൻ പഠിച്ചൊരു മെത്തേഡാണ്. വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ ലൈനിൽ എവിടെയാണോ ഫസ്റ്റ് തട്ടുന്നത് അതായിരിക്കും അപ്പർ ഫംഗ്ഷൻ, എവിടെയാണ് സെക്കൻഡ് തട്ടുന്നത് അതായിരിക്കും ലോവർ ഫംഗ്ഷൻ. അത് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ നോക്കി നോക്ക്. ഇതിപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് തട്ടുന്നത്, ഇതേതാ ഫംഗ്ഷന് നോക്ക്, ഇങ്ങനെ കാണുന്നുണ്ടോ? അതായത് ഇതാണ്, അതായത് ഈ പോയിൻ്റാണ് ഇത് ബേസിക്കലി. അപ്പോൾ √x ആണ്, y = √x ആണ് അപ്പർ ഫംഗ്ഷൻ f(x) ആയിട്ട് കൂട്ടാം മൈനസ്. ഇനി താഴെ തട്ടുന്ന അപ്പോൾ ഈ ഒരു എന്താണ് നമ്മളെ ഈ യു ഷേപ്ഡ് പാരബോളയിലാണ് സെക്കൻഡ് തട്ടുന്നത്, അപ്പോൾ അതാണ് ലോവർ ഫംഗ്ഷൻ. അപ്പോൾ അത് x², അതായത് y = x², നമ്മളെ യു ഷേപ്ഡ് സാധനം. അപ്പോൾ അതിൻ്റെ y വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ ഇത് മറ്റേ x² y വാല്യൂം ഇത് മറ്റേ √x y വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റേ ഈ വാല്യൂ വെച്ചിട്ട് നോക്കുമ്പോഴും ഇത് ചെറുതും ഇത് വലുതുമല്ല. അങ്ങനെ തന്നെ അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും ഇത് അപ്പർ ഫംഗ്ഷനും ഇത് ലോവർ ഫംഗ്ഷനും ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്താൽ മതി? ഒരു ഈ പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈന് വരക്കുക. ഇതിൽ ഏതാണ് ഫസ്റ്റ് തട്ടുന്നത് ആ കർവായിരിക്കും അപ്പർ ഫംഗ്ഷൻ, സെക്കൻഡ് ഏതാ തട്ടുന്നത് അതായിരിക്കും ലോവർ ഫംഗ്ഷൻ. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/4 to 1 √x, അതായത് f(x) എന്ന് പറയുമ്പോൾ ഇതെടുപ്പ് ചെയ്താൽ √x തന്നെ, √x y = √x മൈനസ് ലോവർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ മറ്റേ y = x². അപ്പോൾ എന്താ ചെയ്താൽ മതി? ഈ പറയുന്ന x². y = എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്താണോ വൈൻ്റെ ആ ഒരു ഫംഗ്ഷൻ അത് എഴുതിയാൽ മതി. അപ്പോൾ y = √x മൈനസ് y = x². അപ്പോൾ √x മൈനസ് x². ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ √x എന്ന് പറയുമ്പോൾ x⁻²ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ 2/3 3/2 മൈനസ് x² എന്ന് പറയുമ്പോൾ x³ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇതിലൊരു ഫംഗ്ഷൻ ഉള്ളിൽ 1 to 1/4. ഇതിൻ്റെ എന്താണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്? ഞാനതിൽ അത്ര ബോധേഡല്ല. കാരണം എന്താ, നമ്മളെ മെത്തേഡ് മനസ്സിലാക്കലാണ്. ഫൈനൽ ആൻസർ നിങ്ങൾ ഒരു ഹോംവർക്ക് പോലെ നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എന്താണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്നില്ല. ഞാനതിപ്പോൾ ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ അല്ലെങ്കിൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. എന്താണ് ഇവിടുത്തെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണ് ഇൻ്റഗ്രേഷനാണ്, സിമ്പിൾ ഇൻ്റഗ്രേഷനാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ y = x³ - 4x. ഇത് കുറച്ചും കൂടി എന്താണെന്ന് ആലോചിക്കേണ്ട സാധനമാണ്. കാരണം ഇത് വരയ്ക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. കാരണം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നോർമലി സിമ്പിൾ വല്ല y = cos x അല്ലെങ്കിൽ y = sec² x y = sin x അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടില്ലേ, അല്ലെങ്കിൽ അതായത് 1/x ഗ്രാഫ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അല്ലേ. ഇത് നമുക്ക് അറിയാം, ഇങ്ങനത്തെ എല്ലാ ഗ്രാഫിൽ നമുക്ക് അറിയാം. ഇപ്പോൾ അറിയാത്തതെല്ലാം വന്നു കഴിഞ്ഞാൽ അത് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായി ഇപ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എന്താണ് തൽക്കാലത്തേക്ക് പഠിക്കൽ വഴിയില്ല. തൽക്കാലത്തേക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ് വി ഹാവ് ടു സ്റ്റഡി ലൈക്ക് ദിസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ y = നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ആവശ്യമുണ്ട്. ഈ പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഇല്ല പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y = 0 എന്ന് പറയുന്നത് എന്ത് ലൈനാണ്? ദാറ്റ് ഈസ് ബേസിക്കലി ഈ എക്സ് ആക്സിസ് ആണ് ബേസിക്കലി y = ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ എ എക്സ് ആക്സിസ്. അതാണ് ബേസിക്കലി y = 0. y വാല്യൂ ഇതിൽ കംപ്ലീറ്റ്ലി 0 ആണ്. സോ y = 0 ഇൻഡിക്കേറ്റ്സ് ദ കംപ്ലീറ്റ് എക്സ് ആക്സിസ്. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നോക്കുവാണെങ്കിൽ x³ - 4x എന്തെങ്കിലും എനിക്കൊന്ന് അതൊന്ന് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x² - 4. ഓക്കെ, y = 0 ആണെങ്കിൽ y = 0 ആകുമ്പോൾ ഒന്നിക്കൽ x0 അല്ലെ x² - 4 = 0, x² = 4, x = ±2. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ x² എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്തായാലും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ എന്താണ് പാരബോല, യു ഷേപ്ഡ് പാരബോല തന്നെയായിരിക്കും ഇതാവാൻ പോകുന്നത്. x² എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഒരു യു ഷേപ്പ് പാരബോല തന്നെയായിരിക്കും. ഇവിടുത്തെ യു ഷേപ്പ് തന്നെയാണ് ഉദ്ദേശിച്ചത്. യു ഷേപ്പ് പോലെ ഏകദേശം ഇല്ല, പക്ഷേ യു ഷേപ്പ് തന്നെയാണ് ബേസിക്കലി ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 0³ - 4 × 0 0 y = 0. അപ്പോൾ 0 എന്ന് പറയുന്നത് 0 0 ഒറിജിനിൽ കൂടി അത് എന്തായാലും പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് മനസ്സിലാവണം എന്താണ് ഷേപ്പ് വരുമെന്നില്ല, അല്ലെങ്കിൽ നമുക്കിത് എന്താണ് പ്ലോട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഷേപ്പ് ഇനീഷ്യലി നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, പാരബോളയാണോ അല്ലെങ്കിൽ സൈൻ എക്സിൻ്റെ ഗ്രാഫാണോ അല്ലെങ്കിൽ y = സ്ട്രേറ്റ് ലൈൻ്റെ ഗ്രാഫാണോ, അതാദ്യം മനസ്സിലാവണം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനാവില്ല ബേസിക്കലി. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താ ഇപ്പോൾ ചെയ്യാൻ? ഇനി x = 2 ഇട്ട് കൊടുക്കുമ്പോൾ 2³ എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2³ - 4 × 2 ഇവിടെയും 8 ആയി ഇവിടെയും 8 ആയി. അപ്പോൾ 2 0, അതായത് എന്താ വൈക്ക് അപ്പോൾ 8 - 8 0 ആയിപ്പോൾ എന്താ y 0 ആവും, പക്ഷേ എക്സിന് 2 ആണ്. അപ്പോൾ 2 0 എന്ന് പറയുന്ന പോയിന്റിന് ഇവിടെ പ്രസക്തിയുണ്ട്. അപ്പോൾ 0 0 പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നമ്മളെ എന്തെങ്കിലും പറയാനും 2 0 പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ x = 2 എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, ഇറ്റ് ഈസ് ഓൾസോ അതും ഇതിലൊരു എന്താണ് ഒരു ലൈനായിട്ട് നമുക്ക് കൂട്ടാം. x = 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഒരു ഹൊറിസോണ്ടൽ ലൈന് വരച്ചാൽ മതി. x = സംതിങ് k മീൻസ് ദാറ്റ് ആ കെയിൽ കൂടെ ആ k വാല്യൂയിൽ കൂടെ എന്ത് ചെയ്യുക, ഒരു ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു y ആക്സിസ് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ 2 കൂടെ ഇതൊരു എന്താണ് സ്ട്രേറ്റ് ലൈനാണ് ഉദ്ദേശിച്ചത്. ഇത് സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരക്കുന്ന ടൈമിൽ ഇതാണ് ബേസിക്കലി വരുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ മിനിമം, അതായത് ഒരു ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കും. ഒരു ഗ്രാഫിൻ്റെ മിനിമം വാല്യൂ, അതായത് നമ്മളിപ്പോൾ എന്താണ് ഇതിപ്പോൾ y = x², ഇതിൻ്റെ മിനിമം വാല്യൂ എവിടെയായിരുന്നു, ഒറിജിൻ 0 പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷന് അതായത് x³ - 4x ആണ്. ഇതിന് x കോമണായിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x² - 4. അപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ എന്തായാലും അതിന് കണക്കായിട്ട് അപ്പോൾ ചെറിയൊരു ഷിഫ്റ്റ് വരും. അപ്പോൾ നമ്മൾ നോക്കുക, അതായത് ഈ 0 2ൻ്റെ ഇടയിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതായത് 1³ - 4 × 1 എന്ന് പറയുമ്പോൾ 1 - 4 = -3. അപ്പോൾ -3ലാണ് ഇതിന് മിനിമം വാല്യൂ വരുന്നത്. ഓക്കെ, സോ -3ലായിരിക്കും ഇതിൻ്റെ ഒരു മിനിമം എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എത്തും. അതായത് ഇങ്ങനെ നമ്മളെ ആ ഒരു സാധനം വന്ന് നമ്മൾ യു ഷേപ്പ് വന്ന് മിനിമം -3ലെത്തി അറ്റ് ദ പോയിൻറ്റ് 1. അത് നമ്മൾ മിനിമം കണ്ടുപിടിക്കേണ്ടിയിട്ടാണ് ഈ 1 അവിടെ ഇട്ട് കൊടുത്തത്. ജസ്റ്റ് ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ പോലെ കൺസിഡർ ചെയ്തത്. നമുക്ക് പക്ഷേ ഒരു മിനിമം വേണം. കാരണം എന്താണ്, ഇഫ് ഇറ്റ് ഇസ് ഒരു പാരബോളയിൽ എന്താണ് ഒരു യു ഷേപ്ഡ് പാരബോളയിൽ എനി കൈൻഡ് ഓഫ് പാരബോള, അതിനൊരു മിനിമം വാല്യൂ ഒരു മിനിമത്തിലെത്തും അത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം ഇത് വീണ്ടും കൂടി 2 കൂടി ഇങ്ങനെ മുകളിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള യു ഷേപ്പ് പാരബോള ഇങ്ങനെ പോയി മിനിമത്തിലെത്തി, -3 മിനിമത്തിലെത്തി, അതായത് y വാല്യൂ, അതായത് 1, -3 എന്ന് പറയുന്ന പോയിൻ്റാണ്. അതായത് ഇവിടെയല്ല, 1, -3.
ഓക്കെ, ഇവിടുത്തെ രണ്ട് ഗ്രാഫ് ഏതൊക്കെയാണ്? ഒന്ന് ഇതാണ് ഒരു എന്താണെന്ന് പറയുന്നത്, എന്നും പറയാം, ദിസ് ഈസ് ദ വൺ ഫംഗ്ഷൻ. ഈ y = 0 എന്ന് പറയുന്നതാണ് അടുത്ത ഫംഗ്ഷന്. x = 0 to x = 2 എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ലിമിറ്റ്സ് ആണ്. ഫംഗ്ഷൻ അതായത് നമ്മൾ വരക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഇതും ഒന്ന് ഇത്. ഇത് ബേസിക്കലി വരക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, ഇത് x ആക്സിസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇനി ഒരു കാര്യം നോക്കാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു സീ ഇതിലെന്താണ് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ 0 to 2, അതായത് അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ്, അത് ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഈ ഏരിയ കംപ്ലീറ്റ്, അതായത് ഇവിടുത്തെ ലൈൻ നോക്കണ്ട, ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. 0 to 2 വരെ കംപ്ലീറ്റ് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എന്ത് വേണം? കാരണം ഇവിടെ സൈനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് എന്താ പറയുക, ഈ പറയുന്ന സൈനൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് ഒരുപാട്. ദിസ് ടോപ്പിക് ഈസ് ആക്ച്വലി മൈ നൈറ്റ് മെയർ. കാരണം എപ്പോഴെല്ലാം ഞാൻ ഇങ്ങനെയൊക്കെ എന്താണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഫൈനൽ ആൻസർ വരെ എത്തിക്കാൻ നോക്കിയിട്ട് അന്നേരമൊക്കെ അധികം ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ഒരുപാട് എന്താണ് ഒരു പ്ലസ്സോ മൈനസോ ഒരു ഫ്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വരിയത് കംപ്ലീറ്റ് ആൻസർ അങ്ങ് പിന്നെ മൊത്തം അങ്ങ് തെറ്റിക്കോളും. ഫൈനൽ ആൻസർ വരെ ഒരു പോയ പോക്കും മൊത്തം തെറ്റി ലാസ്റ്റ് കാണുന്ന ടീച്ചർക്ക് തന്നെ മനസ്സിലായി ഇതൊക്കെ ചങ്ങയ്ക്ക് മൊത്തം ആ ഒരു സ്റ്റെപ്പിലെത്തിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ട് പോയി, കൈവിട്ടുപോയി. അത് പിന്നെ തിരിച്ച് കിട്ടൂല. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ അടുത്തും കൂടി ഞാൻ ഈ റിമൈൻഡർ പറയുന്നത് ഒരു ഇതായിട്ട് എടുക്കുക. ഒരു എന്താണ്, വി നീഡ് ടു ബി വെരി കെയർഫുൾ വെൻ കാൽക്കുലേറ്റിംഗ് ദി ഏരിയ ഇൻ സച്ച് കേസസ്. പലപ്പോഴും ആൻസർ തെറ്റിപ്പോകാനുള്ള സാധ്യത വരാറുണ്ട്, പ്രത്യേകിച്ച് ഫ്രാക്ഷനിലൊക്കെയാണ് ആൻസർ വരുന്നതെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ നമുക്കിനിപ്പോൾ അപ്പർ ഫംഗ്ഷൻ മൈനസ് ലോവർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വീണ്ടും സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമോ? ഈ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വരച്ചാൽ മതി. ഇതാണല്ലോ ഫസ്റ്റ് തട്ടുന്ന പോയിൻറ്റ്, അതേതാ, y = 0. അപ്പോൾ അത് ഞാൻ ആക്ച്വലി അവിടെ സ്റ്റെപ്പ് എഴുതിയില്ല. അതായത് ഏരിയ = ഇൻ്റഗ്രൽ 0 to 2 0, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? സെക്കൻഡ് ഫംഗ്ഷൻ ഇതിലാണ് തട്ടുന്നത്. അപ്പോൾ ഇതേതാ ഫംഗ്ഷൻ? x³ - 4x. അപ്പോൾ അവിടെ പോയി 0 - x, അതായത് x³ - 4x. ഒരു കാര്യം ചെയ്യാലോ, മൈനസിനുള്ളിലേക്ക്, അതായത് 0 മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ മൈനസ് അതിനകത്ത് ഈ സാധനം നേരെ തിരിച്ചിട്ട് വരും. 0 to 2, അതായത് മൈനസ് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. ഇപ്പോൾ 4x - x³, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒറ്റ സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ് എഴുതിയതാണ്. ഇൻ്റഗ്രൽ 0 to 2 4x - x³ dx. ഇതിൻ്റെ ഫൈനൽ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിങ്ങനെ ചെയ്യുക. 4x എന്ന് പറയുമ്പോൾ 4x² അപ്പോൾ ഇത് കട്ട്, മൈനസ് x³ എന്ന് പറയുമ്പോൾ x⁴/4, ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നെ 0 to 2. ഇത് ഫൈനൽ ആൻസർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, സ്ക്വയർ യൂണിറ്റ്സ്. ഇത് ഞാൻ അധികം ചെയ്യാൻ നിൽക്കുന്നില്ല. ഫൈനൽ ആൻസറിൽ പ്രസക്തിയില്ല. ഫൈനൽ ആൻസർ പ്രസക്തി ഇല്ല എന്നല്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഫൈനൽ ആൻസർ വരെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ മെത്തേഡിലാണ്, ഈ അപ്രോച്ചിലാണ് ബേസിക്കലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഏരിയ ബിറ്റ്വീൻ ദ കർവ്സാണ് നമ്മുടെ ടോപ്പിക്ക്. ഫൈനൽ ആൻസറിൽ എങ്ങനെ എത്താം എന്നുള്ളതല്ല നമ്മുടെ ടോപ്പിക്ക്. ഇത് ബേസിക് ഇൻ്റഗ്രേഷനാണ് ചെയ്യുക. ഇതെന്തായാലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് അവസാനം വരെ എത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യന് y = cos 2x. അപ്പോൾ ഇത് ആക്ച്വലി y = cos x അല്ല, ചെറിയ ആംഗിൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്, 2x എന്നുണ്ട്. cos x അല്ല, cos 2x ആണ്. അപ്പോൾ അതിനാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരും. അതായത് മറ്റേ ഈ പറയുകയാണെങ്കിൽ എന്തിനും പറയാം, x = π 0 എന്ത് വരുന്നത്, cos 0 = 1. അത് പ്രശ്നമില്ല. അപ്പോൾ എന്താണ്, cos 2 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് 0 തന്നെയായിരിക്കും, അത് ബേസിക്കലി 1 തന്നെ വരിക. പക്ഷേ cos 2 × x-ന് π/2 ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താ പറ്റുക, 2 × 2 കട്ട് π, cos π എന്ന് പറയുന്നത് -1. അപ്പോൾ π/2 എന്ന് പറയുന്ന ആംഗിൾ, അതായത് ഇവിടെ π/2 എടുപ്പിയത് π/2 ആണ്. ഇത് ആക്ച്വലി π/2 എന്ന് പറയുന്ന ആംഗിൾ എന്താവും, ഇതിന് ആക്ച്വലി ആൻസർ -1 ആണ് വരിക, അതായത് 0 അല്ല. കാരണം എന്താ, ഇവിടെ ആംഗിൾ എന്താണ്, 2x ആണ്, 2θ ആണ് ബേസിക്കലി. അപ്പോൾ അതിനാണ് അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്ര -1 എന്ന് പറയുന്ന പോയിന്റിലാണ് എത്തുക. 0ൽ എന്തായാലും വലിയ എഫക്റ്റ് ഉണ്ടായില്ല, കാരണം 2 × 0 എനി നമ്പർ × 0, 5 × 5x ആണെങ്കിൽ 5 × 0 0 തന്നെ വരുള്ളൂ. അല്ല, 5 × 0 0. അപ്പോൾ cos 0 എന്ന് പറയുന്നത് 1 തന്നെ വരാൻ പോലെ, അതിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്. π/2 ആകുമ്പോൾ പറഞ്ഞ പോലെ എന്താണ്, 2 × π/2, അപ്പോൾ cos π എന്നായി, അപ്പോൾ -1. അപ്പോൾ π/2ൽ -1ത്തെ വാല്യൂ ആണ്, -1 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വരച്ച് എന്താണ്, നമ്മുടെ π/4 കൂടെ പാസ് ചെയ്ത് π/4, 0 എന്ന് പറയുന്ന പോയിന്റ്, പിന്നെ എത്തി ലാസ്റ്റ് മിനിമം വാല്യൂ ആണ് കോസിൻ്റെ അല്ല സൈനിൻ്റെ ആയാലും മിനിമം വാല്യൂ ആണ് -1.
അപ്പോൾ -1 അതായത് ഇറ്റ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ -1 to 1. അപ്പോൾ എന്താ -1 മിനിമം വാല്യൂലെത്തി വീണ്ടും ഇങ്ങനെ മുകളിൽ പോയി വീണ്ടും താഴെ, അതായത് അപ്പോൾ എത്തി മാക്സിമത്തിലെത്തി പിന്നെ താഴെ പോയി -1 മുകളിൽ പോയി താഴെ പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഏടുന്നതിൽ എടുത്ത പേരിൽ y=0 എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ ഒരു ലൈൻ, ഇപ്പം നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആയിട്ടുണ്ടാവും. y=0 എന്ന് പറയുമ്പോൾ ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ലൈൻ തന്നെയാണ്. അപ്പോൾ y=0 എന്ന് പറയുന്നത് ഒരു കർവാണ്. അതായത് സ്ട്രേറ്റ് ലൈന് പോലും നമ്മളൊരു കർവായിട്ട്, കർവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെല്ലാം വരക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വരക്കുന്ന ഷേപ്പാണ് കർവ്. അല്ല, ഇവിടെ സ്ട്രേറ്റ് ലൈൻ ഇസ് കോൾഡ് എ കർവ് ഇൻ ജോമെട്രി, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ലാംഗ്വേജിൽ ഒരു സ്ട്രേറ്റ് ലൈൻ പോലും ഒരു കർവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കർവാണ്, ഇതൊരു കർവാണ്. അപ്പോൾ നമുക്ക് എന്താ നമുക്കിപ്പോൾ വേണ്ടത്? നമുക്ക് ബേസിക്കലി ഇപ്പോൾ എന്ത് വേണം? ഇതിൽ അപ്പർ ഫംഗ്ഷൻ മൈനസ് ലോവർ ഫംഗ്ഷൻ വേണം. അപ്പോൾ ഇതാ നമുക്ക് എടുത്തും വരെ π/4 മുതൽ π/2 വരെ. ഇവിടെ ഒന്നും അധികം പ്രശ്നമില്ല. ഇവിടെ ഒന്നും എന്താണ് അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊന്നും, ഇതിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി പോയില്ലേ. പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് പിന്നീടുള്ള ക്വസ്റ്റ്യൻസിലൊന്നും എന്ത് ചെയ്യേണ്ടി വരുന്നില്ല. ചില ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ഇപ്പോൾ രണ്ട് കർവ്സ് തമ്മിൽ, ഇതൊന്നും വലിയ പ്രശ്നമില്ല. ഇതിപ്പോൾ y=0 അടുത്ത ക്വസ്റ്റ്യൻ എന്താ y=2. അതാ പറയുന്നത്. അതായത് ഇതെന്താണ്, ജസ്റ്റ് ഒന്ന് എക്സ് ആക്സിസ് പോലത്തെ ഒരു ലൈനും പിന്നെ ഒരു കർവാണ്, പ്രശ്നമില്ല. അത് ഈടുന്നതിൽ ഈടുത്തം വരെ അല്ലെങ്കിൽ ഈടുന്നതിൽ ഈടുത്തം വരെ ജസ്റ്റ് അതിൻ്റെ ഏരിയ എടുത്താൽ മതി. ഇനിയിപ്പോൾ എന്താണ് y= ഒരു ഫംഗ്ഷൻ, y= വേറൊരു ഫംഗ്ഷൻ, അങ്ങനെ y= അതായത് ഇവിടെ കണ്ടില്ല y=x², y=√x, രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ്. അങ്ങനത്തെ കേസിൽ രണ്ട് ഡിഫറെൻറ്റ് യുണീക്ക് ഫംഗ്ഷൻസ് വരുന്ന ടൈമിൽ നമ്മൾ രണ്ട് ഫംഗ്ഷൻസിന് എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിട്ട് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇതിപ്പം കണ്ടില്ല, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണേണ്ടി വന്നില്ല. അപ്പോൾ അതാണ് ഡിഫറൻസ്. അപ്പോൾ ഈ y=0 ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ലക്കിയാന്ന് വിചാരിച്ചാൽ മതി, വലിയ മെനക്കേട് ഉണ്ടാവില്ല. അപ്പോൾ ഏടുന്നാണ് ലിമിറ്റ്സ് തുടങ്ങുന്നത്, ഏടുന്നാണ് അവസാനിക്കുന്നത്, അവിടുത്തെ വരെയിൽ ഏരിയ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, പ്രശ്നമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊന്നും അപ്പോൾ വലിയ സീനില്ല. എവിടെ പോയത് അടുത്ത. അപ്പോൾ π/4 to π/2 വരെ ഈ ഒരു ഏരിയ അപ്പോൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഇത് ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പർ ഫംഗ്ഷനും ലോവർ ഫംഗ്ഷൻ വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടുന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് ഇതിൽ ഫസ്റ്റ് തട്ടുന്ന പോയിന്റ് എന്താ, y=0. അപ്പോൾ ഏരിയ ഇൻ്റഗ്രൽ π/4 to π/2 തന്നെ. ഫസ്റ്റ് ഫംഗ്ഷൻ 0, കാരണം y=0 അതാണ് ഫസ്റ്റ് തട്ടുന്നത്, മൈനസ് ലോവർ ഫംഗ്ഷൻ ഏതാ, അപ്പോൾ സെക്കൻഡ് തട്ടുന്നത് ഇതിലാണ്, അതായത് cos 2x, ഇതാണ് cos 2x സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ 0 - cos 2x, അതായത് ഇൻ്റഗ്രൽ π/4 to π/2 മൈനസ് ഓഫ് -1 പുറത്തെടുക്കുക -cos 2x. cos 2x എന്ന് പറയുന്ന മൈനസ് പുറത്ത് എടുക്കുകയാണെങ്കിൽ cos 2x sin 2x/2, sin 2x/2, അതിൻ്റെ മൈനസ് ഇല്ല. π/2 to π/4 to π/2, ഇതിൻ്റെ ആൻസറും സ്ക്വയർ യൂണിറ്റ്സിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾക്കില്ല ഹോംവർക്കാണ്. അതിൻ്റെ ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. y=sec²x. ഈ sec²x ഒക്കെ ഗ്രാഫ് എങ്ങനെയാണ്? sec²x ഗ്രാഫ് എടുക്കുക ക്വസ്റ്റ്യന്. അതായത് നമ്മൾ sec²x ഗ്രാഫ് കുറച്ചും കൂടി ഒരു എന്താണ്, അത് നിങ്ങൾ ബൈഹാർട്ടാക്കി, തൽക്കാലത്തേക്ക് ബൈഹാർട്ടാക്കാതെ വേറെ വഴിയില്ല. എന്താണ് ഇപ്പോൾ ട്രിഗ്നോമെട്രി നല്ല എന്താണ് ഡെപ്തിൽ നല്ല എന്താണ് ഒരു അതിൻ്റെ ഗ്രാഫൊക്കെ നല്ല രീതിക്ക് എന്താണ് തറവായിട്ട് പഠിച്ച ഒരാൾക്ക് പ്രശ്നമില്ല. പക്ഷേ sec²x ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് y=2 എന്ന് പറയുന്ന ലൈന്, sec²x ഗ്രാഫ് sec(x) അല്ല sec²x ആണ്. അപ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തോ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമൊക്കെ വളഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് എന്താ അതിൻ്റെ നെഗറ്റീവ് ക്വാണ്ടിറ്റി താഴേക്ക് നെഗറ്റീവ് വാല്യൂയിലേക്ക് പോകുന്നുണ്ടാവില്ല ചില ഇത്. അപ്പോൾ അതിനെയും കൂടി നമ്മൾ എന്താണ് നേരെ ഫ്ലിപ്പ് അടിച്ചിട്ട് ഇങ്ങനെ വരക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ജാതി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യില്ല, sec² നാം ഒരിക്കലും വാല്യൂ നെഗറ്റീവ് ആവില്ല. അതുകൊണ്ടാണ് താഴോട്ടേക്ക് എക്സ് ആക്സിൻ്റെ അതായത് നെഗറ്റീവ് ആക്സിസിലേക്ക് കാണിക്കാത്തത്. സോ ഇതിങ്ങനെ പോകുന്നൊരു ഫംഗ്ഷൻ, ഇതിൻ്റെ കംപ്ലീറ്റ് ഭാഗം കാണിച്ചില്ല, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളൊരു ഭാഗം വരെ കാണിച്ചിട്ടില്ലോ. ഇതിങ്ങനെ എന്താണ് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സോ ഇതാണ് ബേസിക്കലി sec² എന്താണ് ഗ്രാഫ് എന്ന് പറയുന്നത്. എൻ്റെ നല്ല എന്താണ് ഹ്യൂ ആണല്ലോ, എൻ്റെ അമ്പോ സമ്മതിച്ച്. 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നൊരു പോയിന്റ്. അപ്പോൾ x = -π/4 sec²x. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി y= ഇവിടെ 2 എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ y=2 എന്ന് പറയുമ്പോൾ y 2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഒരു എക്സ് ആക്സിൻ്റെ പാരലായിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കുക, കംപ്ലീറ്റ്ലി ഒരു സ്ട്രേറ്റ് ലൈൻ. അതിങ്ങനെ എന്താണ് sec²x എന്ന് പറയുമ്പോൾ ഒരു U-ഷേപ്ഡ് പാരബോള പാസിങ് ത്രൂ 1. അടുത്തത് അവിടെ രണ്ട് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ഈ പറയുന്ന
ഇത് ബേസിക്കലി എങ്ങനെ കണ്ടുപിടിക്കും, ഇത് വേണ്ടിക്കൽ ഒരു കാര്യം ചെയ്യുക, രണ്ട് വൈ വാല്യൂ സെയിം ആയിട്ട് സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു വേണ്ടിക്കൽ എന്താണ് സീക്ക് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, സീക്ക് സ്ക്വയർ എക്സിന് ഫസ്റ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, സീക്ക് സ്ക്വയർ മൈനസ് പൈ ബൈ ഫോർ. നമുക്കറിയാം സീക്ക് മൈനസ് പൈ ബൈ ഫോർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇത് ഈ പറയുന്ന 2 ആണ്, 2 അല്ല -2 ആണ്. പക്ഷേ -2 അതിൻ്റെ സ്മോൾ സ്ക്വയർ ഉണ്ട്, ആക്ച്വലി 2 അല്ല, എന്താണ് √2. അപ്പോൾ എന്താ ഈ മൈനസിൻ്റെ ഒരു എഫക്റ്റാണ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പക്ഷേ എന്താണ് ആ മൈനസ് അങ്ങ് റെഡി ആയിക്കോളൂ. ഇതിൻ്റെ -√2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ അതാണ് ഇവിടുത്തെ പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് -π/4 2, കാരണം ഇതാ യെസ്. അടുത്തത് സീക്ക് സ്ക്വയർ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, എന്താ പറയുക സീക്ക് സ്ക്വയർ π/4, അപ്പോൾ അതും √2, അതായത് ബേസിക്കലി കോസ് എക്സ് എന്ന് പറയുന്നത് കോസ് π/4 കോസ് 45 1/√2. സീക്ക് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചിട്ടിട്ടില്ല, അപ്പോൾ എന്താ 1/1/√2 എന്ന് പറയുമ്പോൾ √2 മുകളിൽ കയറി, അപ്പോൾ √2 ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ട്രിഗ്നോമെട്രി കുറച്ച് അറിയണം, അല്ലെങ്കിൽ വിഷയമാവും. 2 അതും 2. അപ്പോൾ ഈ പോയിൻ്റ് π/4 എന്താ പറയുക 2, അത്രയല്ലോ ഈ രണ്ട് പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ഇടയിലില്ല. അപ്പോൾ -π/4 ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുത്തെ വരെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് അതേത് ഏരിയയാണ്, ഈ ഒരു ഈ ഏരിയ കംപ്ലീറ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ വീണ്ടും എന്താണ് നമുക്ക് ഇത് എന്ത് വേണം, ഇതിൽ അപ്പർ ഫംഗ്ഷൻ ലോവർ ഫംഗ്ഷൻ മനസ്സിലാണ്. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരച്ച്. ഇതിൽ ഫസ്റ്റ് തൊടുന്ന ലൈൻ ഏതാ, y=2. അപ്പോൾ ഇതിവിടെ 4 എന്ന് എഴുതാനോട് തെറ്റിപ്പോയി, y=2 ആണ് വരിക. ഇതാണ് അപ്പർ ഫംഗ്ഷൻ മൈനസ്. സെക്കൻഡ് തട്ടുന്നതാണ് സീക്ക് സ്ക്വയർ എക്സിൽ, സീക്ക് സ്ക്വയർ എക്സ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ലോവർ ഫംഗ്ഷൻ. അപ്പോൾ 2 മൈനസ് സീക്ക് സ്ക്വയർ എക്സ്, ദിസ് ഇസ് ലോവർ ഫംഗ്ഷൻ, ദിസ് ഇസ് അപ്പർ ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ ഫ്രം -π/4 to π/4. ഇതെന്തായാലും നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2ൻ്റെ എക്സിൻ്റെ എടുക്കുന്ന സ്ഥലമുണ്ട് 2x എന്നാവും, മൈനസ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ എന്താ tan x ആണെന്ന് തോന്നുന്നു, tan x വിത്ത് ലിമിറ്റ്സ് -π/4 to π/4. ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഫൈനൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതും ചെയ്യേണ്ടത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ 1ൽ പോയിൻ്റ് വന്നതെന്നില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതായത് നമ്മൾ ഒരു പാരബോളൊക്കെ വരക്കുന്നത്, ഇതിപ്പോൾ ഏകദേശം ഒരു പാരബോളിൻ്റെ ഷേപ്പാണ്. സീക്ക് സ്ക്വയർ എന്ന് പറയുമ്പോൾ പാരബോളിൻ്റെ ഷേപ്പായി ഓൾമോസ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനൊരു മിനിമം പോയിൻ്റ് ഉണ്ട്. ആ മിനിമം പോയിൻ്റ് എന്തായിരിക്കും, ബേസിക്കലി സീക്കിന്, അതായത് സീക്ക് സ്ക്വയർ എക്സിന് കിട്ടാവുന്ന മിനിമം വാല്യൂ എന്തായാലും -1 കിട്ടൂല. എന്തുകൊണ്ടായിരിക്കും, അതായത് cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സീക്ക് 0 എത്രയായിരിക്കണം, സീക്ക് 0 എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ 1/1 = 1. അപ്പോൾ സീക്ക് സ്ക്വയർ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതും 1² = 1. അപ്പോൾ ഇതാണ് ഇതിന് കിട്ടാവുന്ന മിനിമം വാല്യൂ. ഇത് ഒരിക്കലും നെഗറ്റീവിലേക്ക് പോലെ, നെഗറ്റീവ് ഇനി ആയാൽ തന്നെ ആ സ്ക്വയറിൻ്റെ പോസിറ്റീവ് ആയിക്കോളൂ. അപ്പോൾ 1 ആണ് ബേസിക്കലി ഇനി കിട്ടാവുന്ന ഏറ്റവും മിനിമം വാല്യൂ. അതുകൊണ്ടാണ് ഈ പോയിന്റിൽ എന്താണ് ഇങ്ങനെ നമ്മളെ യു ഷേപ്പ് വന്ന് 0. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ അവിടെ സ്റ്റോറേജ് കട്ടായി പോയതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അഗൈൻ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മിനിമത്തിലെത്തി 1ലെത്തി പോയി, അത്രയല്ല. അപ്പോൾ 2 മൈനസ് സീക്ക് സ്ക്വയർ എക്സ് വിത്ത് ലിമിറ്റ്സ് -π/4 to π/4, അത്രയല്ല. അത് ചെയ്യാം. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അടുത്തത് x = sin y, x = 0. അപ്പോൾ x = sin y, x = 0 എന്ന് പറയുമ്പോൾ സൈൻ വൈൻ്റെ ടേംസിലല്ല അത്. ഇവിടെ കുറച്ചൊന്ന് ഫംഗ്ഷൻ മാറിപ്പോയി. ബേസിക്കലി നമുക്ക് ഫംഗ്ഷന് എന്താണ് ഇങ്ങനെ എക്സിൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനത്തെ ഒരു കർവ് ആകുമ്പോൾ ഇതൊരു കർവാകും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ x = sin, ഇവിടെയൊക്കെ y = എക്സിൻ്റെ ടേംസിൽ, ഇവിടെ x = sin y ആണ് ബേസിക്കലി. അപ്പോൾ എന്താ നമ്മൾ, അതായത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഷേപ്പ് അപ്പോൾ എന്തായി മാറി, നേരെ y ആക്സിസിലേക്ക് ഫ്ലിപ്പ് അടിച്ച്. അപ്പോൾ അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സാധനം എന്താ, അതായത് അതിൻ്റെ നേരെ ഒരു റിഫ്ലക്ഷൻ പോലെ ഇവിടെ കാണിച്ചു, y ആക്സിസ് കാണിച്ച്. അപ്പോൾ 3π/4 ഇവിടെ പോയി, y = π/4 to 3π/4 ഇതാ, x = 0 π/4. ഇതെന്തായാലും പറയുകയാണെങ്കിൽ ഇപ്പോൾ sin 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്, ആ പോയിൻ്റ് അവിടെ കാണിച്ച്. ഇത് ആക്ച്വലി ഇതിപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ എന്താ, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ ചിലപ്പം കൺഫ്യൂഷനാവും. ഇങ്ങനെ നോക്കണം ഫംഗ്ഷനാണ്. ഇത് 0, പിന്നെ π/4ലെത്തി, പിന്നെ മാക്സിമം 2ലെത്തി. 2 അല്ല, സോറി, ഇതെന്താ വാല്യൂ, അതായത് ഇവിടുത്തെ വാല്യൂ 1 കറസ്പോണ്ടിങ് എങ്കിൽ 0 π/4 1/√2
ഇത് മാക്സിമം 5/2 1-ലെത്തി മാക്സിമത്തിലെത്തി. ഇത് കണ്ടോ, ഇത് ഒരു മാക്സിമത്തിലെത്തി, പിന്നെ മിനിമ, പിന്നെ മാക്സിമം, പിന്നെ മിനിമ, പിന്നെ മാക്സിമം, പിന്നെ മിനിമ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് ഗ്രാഫ് വരയ്ക്കാനാവില്ല. ഇങ്ങനെ തന്നെ ജസ്റ്റ് അത് ഇങ്ങനെ കാണിച്ചാൽ മതി. നിങ്ങൾ എന്താണ് അങ്ങനെ ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പേപ്പർ പേപ്പറല്ല നോട്ട് ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാം പേപ്പർ എങ്ങനെയെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 0 തുടങ്ങി മാക്സിമത്തിൽ 5/2 മാക്സിമം 1-ലെത്തി കുറഞ്ഞ് അത്ര വരെ കാണിച്ചാൽ മതി. ഇത് 3π/4. 3π/4 എന്ന് പറയുമ്പോൾ 3 × 180/4 എന്ന് പറയുമ്പോൾ 4/180/4 90. 3 × 90 270. എനിക്കൊന്ന് 3π/4 എന്തായിരുന്നു ബേസിക്കലി വാല്യൂ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. 3π/4 എന്ന് പറയുമ്പോൾ 180/4 എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണോ? 45 × 3 എന്ന് പറയുന്നത് 45 × 3 എത്രയാണ്? ഓർമ്മ ഇടുക. 45 × 3 7 അല്ല 5 3 1 4 ഇത് എത്രയത്? 4 × 12 135. 3π/4 എന്ന് പറയുന്നത് 135 ഡിഗ്രി ആയിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 45ഉം മറ്റേ 135 ഡിഗ്രീൻ്റെ ഇടയിലുള്ള ആ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് ബേസിക്കലി. അപ്പോൾ എന്താ ഇത്ര x=0 എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? y ആക്സിസ് ആണ്. അപ്പോൾ ബേസിക്കലി ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ ആക്ച്വലി എന്താണ് ഹൊറിസോണ്ടൽ ലൈനല്ല, വെർട്ടിക്കൽ ലൈനല്ല, ഹൊറിസോണ്ടൽ ലൈനാണ് വരക്കേണ്ടത്. കാരണം ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് y ആണ്. സോ നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയും കിട്ടൂല. നമ്മൾ ഇവിടുത്തെ എന്താണ് നമ്മളെ ഗ്രാഫൊക്കെ y ആക്സിസിന് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഏതിന് പാരലായിട്ട്? x ആക്സിൻ്റെ പാരലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, x ആക്സിൻ്റെ പാരലായിട്ട് ഒരു ലൈന് വരക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വരച്ചത് y ആക്സിൻ്റെ പാരലായിട്ടായിരുന്നു ഇത്ര നേരം നമ്മൾ ക്വസ്റ്റ്യൻസിലെല്ലാം വരച്ചുകൊണ്ട്. നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി. ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് y ആയതുകൊണ്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈനാണ് വരക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തട്ടുന്ന ഏതാ? x=0 എന്ന് പറയുന്ന പോയിന്റിൽ. സോ 0 മൈനസ് സെക്കൻഡ് എവിടെയാണ് തട്ടുന്നത്? ഈ സൈൻ വൈയിൽ. സോ 0 - sin y. സോ മൈനസ് ഓഫ് sin y വിത്ത് ദ ലിമിറ്റ്സ് π/4 to 3π/4. ഇതിന് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ആൻസർ ഇൻ സ്ക്വയർ യൂണിറ്റ്സ് ഏരിയ കണ്ടുപിടിക്കുക. ഇതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. എനിക്ക് ആക്ച്വലി എന്താണ് സ്റ്റോറേജ് കുറഞ്ഞു വരുന്നുണ്ട്. ലെറ്റ് സി. അപ്പോൾ x² = y, x = y - 2. y - 2 x = y ആയിരുന്നെങ്കിൽ ഇതിൽ കൂടി ഒരു സ്ട്രേറ്റ് ലൈൻ ഒറിജിൻ കൂടെ വരക്കായിരുന്നു. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം വരും. y - 2 എന്ന് പറയുമ്പോൾ ഗ്രാഫിൽ ചെറിയൊരു ഷിഫ്റ്റിംഗ് നടക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് y-ക്ക് -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ y-ക്ക് -2 അല്ല, x-ന് ഒരു കാര്യം ചെയ്യാം. ഈ പറയുന്ന x-ന് -2 ഇട്ട് കൊടുക്കുമ്പോൾ y = y - 2. അപ്പോൾ y -2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -2 + 2 0. അപ്പോൾ x-ന് എന്താണ്, അതായത് ഞാനൊരു കാര്യം ചെയ്യാം, y = x + 2. അപ്പോൾ x-ന് -2 ഇട്ട് കൊടുക്കുമ്പോഴാണ് y 0 വന്നത്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് വേണ്ടത്. അപ്പോൾ -2 0. അപ്പോൾ -2 0 കൂടെ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈന്, അതായത് ഇങ്ങനെ വരേണ്ടിയിരുന്ന സാധനം കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് -2 0 ഇങ്ങനെ വന്നില്ല. അത്രമാത്രം ഒരു ചെറിയൊരു ഷിഫ്റ്റിംഗ് നടന്നത്. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. കുറച്ചൊരു ഷിഫ്റ്റ് കടന്നിട്ടുണ്ട് ഗ്രാഫിൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ. പിന്നെ x² y എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, അത് നമുക്ക് നമ്മളെ പാരബോളായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. യു ഷേപ്ഡ് പാരബോള x² y. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 പോയിൻറ്റ്സിൽ, അതായത് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതിങ്ങനെ ഒരു പാരബോള വരച്ച് 2 പോയിൻറ്റ്സിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഈ 2 പോയിൻറ്റ്സ് ഏതാ കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടുത്തെ x വാല്യൂ അറിയില്ല, y വാല്യൂ അറിയില്ല. ഇതിപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു y വാല്യൂ ഉണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ഇവിടെ ഒരു x വാല്യൂ ഉണ്ടാവും. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കാര്യം ചെയ്യണം, x = √y. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി വേറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ നോക്കട്ടെ. വേറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതായത് മറ്റെന്താ ഞാൻ പറഞ്ഞ പോലെ y = x². പിന്നെ ഇവിടെ ഒരു കാര്യം ചെയ്യുക, y = -2 ഇപ്പുറത്തേക്കോട്ടെ, y = x + 2. ഇവിടെ y വാല്യൂ സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാണ്, x² = x + 2. x² = x + 2 ആകുമ്പോൾ ഈ എക്സും ഈ -2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ x² - x - 2. ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. ഞാൻ എൻ്റെ കയ്യിൽ പേപ്പർ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണോ. x² = x + 2. ഇനി സോൾവ്. ഇത് ബേസിക്കലി ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. വി ക്യാൻ സോൾവ് ഇറ്റ് യൂസിങ് ഫോർമുല ഉപയോഗിക്കണം എന്നില്ല. ഇവിടെ എന്താണ്, ഇവിടെ ഫാക്ട്, അതായത് -1ഉം -2ഉം, അതായത് ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 കിട്ടണം. അതേതെല്ലാം നമ്പേഴ്സാണ്, ഏതൊക്കെയാണത് നോക്കട്ടെ. ഇത് എനിക്ക് സമയമില്ല. യെസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണ്, x + 1ഉം x -2 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, -1 + 1. ഇത് റെഡിയാണ്. കാരണം എന്താ, അതായത് 1 + -2 എന്ന് പറയുമ്പോൾ -1. അപ്പോൾ ഇത് കിട്ടി.
അടുത്ത 1 ഇൻറ്റു -2 -2. അപ്പോൾ യെസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു -1ഉം എക്സ് ഈക്വൽ ടു 2 ആണ് ബേസിക്കലി നമ്മളെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏട് ഇട്ട് കൊടുക്കുക, നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കുക. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ എന്താണ് എക്സിന് എന്തിട്ട് കൊടുക്കുക, എക്സിന് 2, അതായത് എക്സിന് -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് എന്ത് കിട്ടും, -1ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു y എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു അപ്പോൾ 1. ഇനി y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന് എന്ത് ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇസ് ഈക്വൽ ടു y. അപ്പോൾ നമുക്ക് എന്തെല്ലാം പോയിൻറ്റ്സ് കിട്ടും, അതായത് ഇവിടെ എക്സിനോട് 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2,4 എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റും പിന്നെ -1,1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റുമാണ്. അത് ഞാൻ കാണിച്ചത്. ഇത് എന്താണ്, ഇത് രണ്ടും നമുക്കിപ്പോൾ സോൾവ് ചെയ്ത് ആ കിട്ടിയ 2 ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിലിട്ട് കൊടുത്ത ആൻസർ കിട്ടും. പക്ഷേ ഞാൻ ഇവിടെ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ മൈ കൺവീനിയൻസ്, അത്രയല്ലോ. അപ്പോൾ -1 1 2 2 4. അപ്പോൾ ഏടുന്നതിൽ ഏടുത്തം വരികയാണ് ബേസിക്കലി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഫംഗ്ഷൻ ഫുള്ളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ മിനിമം വാല്യൂ വരുന്നത് ലോവർ ലിമിറ്റ് വരുന്ന -1ലാണ്. ഈ പോയിന്റിൽ -1 മുതൽ ഏടുത്തം വരെ അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. -1 ഇതിൽ 2 വരും. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നിട്ടില്ല, ഏടുന്നതിൽ ഏടുത്തം വരെ ലിമിറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയിട്ട് കാറ്റഗറിയിലേ വരും. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തം എന്താണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക വേണം. അതിൽ ഏടിയാണോ അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ മിനിമം വാല്യൂ അത് മുതൽ അതായിരിക്കും അപ്പോൾ ലോവർ ലിമിറ്റ് നമ്മളെ ഇൻ്റഗ്രലിൻ്റെ. പിന്നെ ഏടിയാണ് ഇതിൻ്റെ മാക്സിമം എത്തുന്നത് 2 എന്ന് പറയുന്നത്. അപ്പോൾ -1 ഇസ് ബൗണ്ട് ടു ബി, അതെന്തായാലും 2-നേക്കാട് ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ലോവർ ലിമിറ്റ് 2 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ -1 to 2. അപ്പോൾ എന്താ ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. ഞാൻ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താ ദാറ്റ് y is equal to x plus 2. y is equal to x plus 2 എന്ന് പറയുന്ന ഈ പോയിന്റ് y is equal to x plus 2 മൈനസ് സെക്കൻഡ് എവിടെയാണ് തട്ടുന്നത് എക്സ് സ്ക്വയറിൽ. അപ്പോൾ -x². ഇതിന് സോൾവ് ചെയ്യുക. അപ്പോൾ x² by 2 plus 2x minus x³ by 3. ഇത് -1 to 2 വരെ. ഇത് എന്ത് ചെയ്യുക, അതിൻ്റെ ഏരിയ സോൾവ് ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി റെക്കോർഡ് ചെയ്യുന്ന സമയമില്ല, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം പിന്നെ എക്സാമിന് വരാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ കുറച്ചും കൂടി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. y is equal to √1/√1 - x². ഇതെല്ലാം എന്താണ് വരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മുൻപ് പഠിച്ചിട്ടേ ഉണ്ടാവില്ല ഇങ്ങനത്തെ എല്ലാം ഫിഗറൊക്കെ എങ്ങനെ വരക്കുക എന്നില്ല. ഞാൻ വേണ്ടിക്കൽ ഇത് കാണിച്ചു തരാം. y is equal to e raised x, y is equal to e raised to 2x, x equal to 0, x equal to ln2. ഇതാണ് ബേസിക്കലി നമ്മൾ ഫംഗ്ഷന്. ഏരിയ is equal to 0 to 2 e raised to x minus e raised to x dx. e raised to 2x. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ചില്ലല്ലോ. ഞാൻ വേണ്ടി ഗ്രാഫ് കാണിച്ചു തരാം. അതായത് ഇതാണ് ആക്ച്വലി എൻ്റെ ഗ്രാഫ്. e raised to x എന്ന് പറയുമ്പോൾ ഞാനത് ആക്ച്വലി വരക്കാൻ മറന്നുപോയി. e raised to x എന്ന് പറയുമ്പോൾ അതായത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോകുന്ന അതായത് ഇൻഫിനിറ്റി വരെ പോകുന്ന ഗ്രാഫ് ആയിരിക്കും. e raised to 2x എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഇടുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഷിഫ്റ്റ് മുകളിലോട്ടേക്കായിരിക്കും. അപ്പോൾ എക്സ്പോണൻ്റ് കുറച്ചും കൂടി പെട്ടെന്ന് ഗ്രോ ചെയ്യും. അപ്പോൾ അത് ഇവിടുന്ന് തുടങ്ങി കുറച്ചും കൂടി ഇതിനെക്കാട്ടും കുറച്ചും കൂടി മുകളിലായിട്ട് e raised to x², അതായത് e raised to 2x എന്ന് പറയുമ്പോൾ അത് e raised to x² ആയിട്ട് കൂട്ടും. അങ്ങനെയാണല്ലോ ബേസിക്കലി തന്നെ പറയും. e raised to 2x ഈക്വൽ ടു e raised to x² എന്ന് എഴുതില്ല. അപ്പോൾ ഈ x² എന്ന് പറയുന്ന ടേം കുറച്ചും കൂടി മുകളിലോട്ടേക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഇവിടെയാണ് തൊടുന്നത്. അപ്പോൾ e raised to 2x ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഇവിടെ സെക്കൻഡ് തൊടുമ്പോൾ എന്താ, അതാണ് e raised to x, അത് സെക്കൻഡ് ഫംഗ്ഷൻ. e raised to 2x മൈനസ് e raised to x ഫ്രം എടുത്തം വരെ 0 to ln2. ഇതാണ് ln2 എന്ന് പറയുന്ന എത്ര വാല്യൂ എനിക്ക് കറക്റ്റ് അറിയില്ല. 0.3 ആണോ, ഐ ഡോണ്ട് നോ, ഇത് തെറ്റാൻ തോന്നുന്നു. ആ വാല്യൂ എനിക്ക് അറിയില്ല. അത് അവിടുന്ന് അപ്പോൾ എന്ത് ചെയ്യുക, ln2ൻ്റെ വാല്യൂ നിങ്ങൾ മറ്റേ കാൽക്കുലേറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അവിടുത്തെ വരെ എന്ത് ചെയ്യുക, ഇതിനെ 0 to ln2 e raised to 2x minus e raised to x dx. അത്രയും സ്ക്വയർ റൂട്ട്സിൽ ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റൻ x equal to 1/y. അപ്പോൾ എന്താ നമ്മളെ ഫംഗ്ഷൻ ഇങ്ങനെ, അതായത് നമ്മളെ 1/x ആയിരുന്നെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ 1/y ഇതന്നെ. പിന്നെ എന്ത് ചെയ്യുക, x equal to 0 ഉണ്ട്, y equal to 1, y equal to e വരെ. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി അപ്പോൾ ഗ്രാഫ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ x equal to 0 എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഏതാ ഈ പറയുന്ന y ആക്സിസിൻ്റെ ആ കംപ്ലീറ്റ് ലൈനാണ് ബേസിക്കലി x equal to 0. ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ എ y ആക്സിസ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കർവ് ഉണ്ട്. ഇതിന് സിമ്പിളാണ്. ഇതിപ്പോൾ e എന്ന് പറയുന്നത് ഒരു 2.73 അങ്ങനെ എന്തോ ഒരു വാല്യൂ ആണ്. 1 to e വരെ. അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്, അപ്പോൾ അതായത് 1 to e വരെ എൻ്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ ആണ് ബേസിക്കലി. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇത് നോക്കൂ, ഇതാ 1 to e വരെ ഇതിൻ്റെ ഇടയിലുള്ള ഈ കർവിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ, അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയ ആണ് ബേസിക്കലി അത്. അപ്പോൾ ഇൻ്റഗ്രൽ, അപ്പോൾ ഇവിടുന്ന് എന്ത് അപ്പർ ഫംഗ്ഷൻ ലോവർ ഫംഗ്ഷൻ ഏതാ, ഞാൻ പറഞ്ഞ പോലെ ഇത് വൈൻ്റെ ടേംസിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക എക്സ് ആക്സിൻ്റെ പാരലായിട്ട്. ഫസ്റ്റ് എവിടെയാണ് തട്ടുന്നത് 0-ൽ. അപ്പോൾ ഇൻ്റഗ്രൽ 1 to e 0 മൈനസ്
സെക്കൻഡ് ഫംഗ്ഷൻ എവിടെയാണ് മറ്റേ 1/y. അപ്പോൾ 1/y. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഫൈനൽ ആൻസർ ഇതായിരിക്കും.